പ്രിയ കൂട്ടുകാരെ, ചില പ്രാർത്ഥനകൾക്ക് ദൈവത്തിന് ഉത്തരം നൽകാതിരിക്കാനാവില്ല. മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നവരുടെ സാമീപ്യം നാമൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവരോട് സംസാരിക്കുന്നതിൽ നാം സന്തോഷം കണ്ടെത്തുകയും ചെയ്യും. ഇഷ്ടമുള്ളവരോട് സംസാരിക്കുന്നത് നമുക്കൊരു മടുപ്പേ അല്ല. എന്നാൽ ഇഷ്ടമില്ലാത്തവരോടാണെങ്കിലോ? ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഓരോരുത്തരുടെയും അടുത്തുള്ളത്. നമ്മെ അത്രമേൽ സ്നേഹിച്ച് നമ്മുടെ അരികിലുള്ള ഈശോയോട് നാം പക്ഷേ സംസാരിക്കുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും അവിടുത്തെ അവഗണിച്ചു കളയുകയല്ലേ ചെയ്യുന്നത്? ഈശോയെ അത് എത്രമേൽ വേദനിപ്പിക്കുന്നുണ്ടെന്നോ? അതുകൊണ്ട് ഈശോയോട് നാം സംസാരിക്കണം. ഈശോയോടുള്ള നമ്മുടെ സംസാരമാണ് പ്രാർത്ഥന. എന്തൊക്കെയാണ് നമുക്ക് ഈശോയോട് പറയാനുള്ളത്? ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോ, അവിടുന്ന് എൻ്റെ ജീവിതത്തിൻ്റെ നാഥനായിരിക്കണമേ. ഈശോ, മറിയം, യൗസേപ്പേ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ആത്മാക്കളെ രക്ഷിക്കണമേ. ഈശോയെ, എന്നോട് കരുണയായിരിക്കണമേ. എൻ്റെ നിസ്സഹായതയിൽ എനിക്ക് താങ്ങാകണമേ. എനിക്ക് ആരുമില്ല എൻ്റെ ഈശോയെ. എൻ്റെ ഈ സങ്കടം കാണണേ ഈശോ. ഞാനിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥയോട് കരുണയായിരിക്കണമേ. ഇങ്ങനെ നമുക്ക് പലതും സംസാരിക്കാം. അതൊക്കെയും പ്രാർത്ഥനകളായി മാറും. ആ പ്രാർത്ഥനകൾക്ക് ദൈവത്തിന് മറുപടി തരാതിരിക്കാനാവില്ല. കാരണം നാം ഹൃദയത്തിൽ നിന്നാണ് അത് പറയുന്നത്, സ്നേഹത്തോടെയാണ് അത് പറയുന്നത്. പിന്നെ എങ്ങനെ ദൈവത്തിന് അതിൽ നിന്ന് മുഖം തിരിക്കാനാവും? ഇനി പറയൂ, ഇങ്ങനെ ദൈവത്തോട് സംസാരിച്ചിട്ട് എത്ര കാലമായി?